ഹലോ. ഈ വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഒരു ടീം ബിൽഡിംഗ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം? നമ്മുടെ ടീമിലേക്ക് കടന്നു വന്ന വ്യക്തിയെ എങ്ങനെ അവൻ കൊഴിഞ്ഞു പോകാതെ, അവൻ ഇട്ടേച്ച് പോകാതെ നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ അവൻ എങ്ങനെ ഇവിടെ പിടിച്ചു നിർത്താം? ടീമിൽ ആളുകളെ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കാൻ, പിടിച്ചു നിർത്താനുള്ള വഴികൾ എന്താണ്? ഈ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടെ വരുന്ന ആളുകൾ ഒരു വരുമാനത്തിന് വേണ്ടിയാണ് നമ്മുടെ കൂടെ കടന്നു വരുന്നത്. അങ്ങനെ ഒരു വരുമാനത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ അവൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മളിതിനെ ഒരു 3-4 പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. 3-4 വിഷയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, 1 രൂപയെങ്കിലും നമ്മുടെ കൂടെ വന്നവൻ്റെ അക്കൗണ്ടിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാനുള്ള വഴി. 1 രൂപ അത് അവൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. പഠനങ്ങൾ പറയുന്നത് 70% ആളുകൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ഇന്ത്യയിലുള്ള കണക്കാണ്. 70% ആളുകൾ, മോഡികേറിൻ്റെ കണക്കല്ല കേട്ടോ, ടോട്ടൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ 70% ആളുകളുടെ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും വരാതെ അവരിട്ടേച്ചു പോകുന്നു. അവൻ ഈ ബിസിനസ്സിൽ നിന്ന് ഒഴിവായി പോകുന്നു. ഇത് 1 രൂപ വരാതെ ഇട്ടേച്ചു പോകുന്നു എന്നുള്ളത് അല്ല അതിൻ്റെ പ്രശ്നം. 1 രൂപ അതായത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു, അവൻ ഇട്ടേച്ചു പോകുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഈ സാധനമാണ്. അതായത് അക്കൗണ്ടിലേക്ക് അവൻ വരുമാനം ആഗ്രഹിച്ച് അവൻ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് അവൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരുന്നെങ്കിൽ അത് അവൻ്റെ വിശ്വാസത്തെ വളർത്തുമായിരുന്നു. അവൻ ഈ ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ആവാൻ അതൊരു കാരണമാകുമായിരുന്നു. എന്തുകൊണ്ട് ഇപ്പം നമ്മൾ മോഡികെയർ വെച്ചിട്ട് അത് കണക്ട് ചെയ്യുന്ന സമയത്ത്, മോഡികെയറിൽ നമുക്കറിയാം ഒരു 100 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുള്ളൂ. നമുക്കൊരു പക്ഷേ 70, 90, 99 രൂപയൊക്കെ വരാനുണ്ട് ഏതെങ്കിലും ഒരു മാസമെങ്കിൽ അത് കമ്പനിയുടെ മാറ്റി വെച്ചിട്ട് എപ്പോഴാണോ ഇത് 100 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ എമൗണ്ട് വരുന്നത്, ആ സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 100 രൂപയെങ്കിലും അവൻ്റെ അക്കൗണ്ടിലേക്ക് വരുത്താനുള്ള വഴിയാണ്. 100 രൂപ അവൻ്റെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ മിനിമം ഒരു 53 പോയിൻറ്റിനെങ്കിലും അവൻ പർച്ചേസ് ചെയ്യണം. ഏകദേശം ഒരു 53 പോയിൻറ്റിന് പർച്ചേസ് ചെയ്യുന്ന ഏകദേശം ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് ഇവൻ പർച്ചേസ് ചെയ്യിപ്പിക്കാൻ അവൻ തയ്യാറാണെങ്കിൽ, മിനിമമാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല അവൻ്റെ നെഫ്റ്റ് KYC ഇവ അപ്രൂവ് ആണോ? പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു സാധനമാണ് ഇവൻ്റെ KYC അപ്രൂവ് അല്ല, നെഫ്റ്റ് അപ്രൂവ് അല്ല. ഈ കാരണത്താൽ അവരുടെ അക്കൗണ്ടിലേക്ക് വരേണ്ട പണം അവിടെ മാറ്റി നിർത്തുന്നു. അതിൻ്റെ അർത്ഥം അവർക്ക് ക്യാഷ് നഷ്ടപ്പെടുന്നില്ല, സംഭവം ഓക്കെ. പക്ഷേ ഈ പണം അവൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരുന്നുവെങ്കിൽ അവൻ അതിൽ വലിയ രീതിയിലുള്ള വിശ്വാസം ഉണ്ടാക്കാൻ അത് സാധിക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ പലരുടെയും ശ്രദ്ധ ഇതിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നമ്മുടെ ടീമിൽ ആളുകളെ നിലനിർത്താൻ, ഈ ടീം കൊഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവൻ്റെ അക്കൗണ്ടിലേക്ക് ചെറിയതെങ്കിലും ഒരു തുക അവൻ്റെ അക്കൗണ്ടിലേക്ക് വരാനുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം KYC, നെഫ്റ്റ്, അതുപോലെ തന്നെ ഒരു ചെറിയ പർച്ചേസ്. രണ്ടാമത്തെ ഒരു വിഷയം ഇവിടെ കണക്ട് ചെയ്യാൻ, അതായത് ഈ ബിസിനസ്സുമായിട്ട് അവനെ കണക്ട് ചെയ്ത് നിർത്താനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ലോയൽ കസ്റ്റമറായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. ഒരു ലോയൽറ്റിയിലേക്ക് ഇവനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ലോയൽ കസ്റ്റമറായിട്ട് ഇവൻ നിലനിർത്താൻ 1 മാസം 2 മാസം ഒരു ലോയൽ കസ്റ്റമർ ആയാൽ പോലും സ്വാഭാവികമായിട്ടും അവനെ 3, 4, 5 വെറും ഒരു 3-4 മാസം കൂടി നിങ്ങൾ ഒരു ലോയൽറ്റി പർച്ചേസ് ചെയ്താൽ നിങ്ങളെ കാത്ത് 6ാമത്തെ മാസം അല്ലെങ്കിൽ 7ാമത്തെ മാസം നമുക്ക് കിട്ടുന്ന ഫ്രീ പ്രൊഡക്റ്റുകളെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവനിവിടെ നിലനിർത്താൻ കഴിയും. അങ്ങനെ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ, ലോയൽറ്റിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പെർസെൻറ്റേജ് നമുക്ക് പറയാം ഈ വ്യക്തി ഇവിടെ ഉണ്ടാവും. കാരണം 6 മാസം കഴിഞ്ഞാൽ ഇവനക്ക് കിട്ടുന്ന ഫ്രീ പ്രൊഡക്റ്റിനെ കുറിച്ച് അവനക്ക് ചിന്തിക്കും, അവൻ അറിയും, അവനത് അനുഭവിക്കും. 6 മാസം കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇത് കിട്ടിത്തുടങ്ങിയാൽ, ഒരു പ്രാവശ്യം ഇവൻ ആസ്വദിച്ച് കഴിഞ്ഞാൽ, അവനത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ അവന് ബോധ്യമാവും ഈ പ്രൊഡക്ട്സിന്. പലപ്പോഴും പല ആളുകളുടെയും തെറ്റിദ്ധാരണ, പ്രൊഡക്ട്സിന് വില കൂടുതലാണ്. ലോക്കൽ മാർക്കറ്റിലെ ലോക്കൽ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് പരിശീലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ശീലമുള്ള ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം
പെട്ടെന്ന് ഇത് വില കൂടുതലാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവന് ഇതിൻ്റെ ഉപയോഗ രീതികളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ക്വാളിറ്റി അവൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, കസ്റ്റമർ കിട്ടുന്ന 6 തരം ബെനിഫിറ്റ്സുകൾ ഇവൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ലോയൽറ്റി അടക്കം ഇവൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവന് ബോധ്യപ്പെടും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും വില കുറച്ചൊരു ഉൽപ്പന്നം കിട്ടാനില്ല എന്ന് അവന് ബോധ്യപ്പെടും. ആ ബോധ്യം അവനെ ഈ ബിസിനസ്സിൽ നിലനിർത്തും. അത് അവനെ അനുഭവിച്ചറിയാനുള്ളൊരു അവസരമാണ് അവനെ ലോയൽറ്റിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവനൊരു ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അവന് നമുക്കറിയാമല്ലോ, നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൈൽ സ്റ്റോണാണ്, ഒരു ക്രിട്ടിക്കൽ റാങ്കാണ് ഡയറക്ടർ അല്ലെങ്കിൽ സീനിയർ ഡയറക്ടർ. ഞാൻ ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിലും ഞാൻ അവിടെ ഒരു ക്രിട്ടിക്കൽ റാങ്ക് എന്ന് പറയുന്നത് ഞാൻ സീനിയർ ഡയറക്ടറാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളാണെങ്കിലും നമ്മുടെ ടീമിൽ വരുന്നവരാണെങ്കിലും അവരെ സീനിയർ ഡയറക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ അവരെ ഫോക്കസ് ചെയ്യിപ്പിക്കുക. അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി അതൊരു ക്രിട്ടിക്കൽ റാങ്കായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഡയറക്ടർ ഓക്കെ, ഒരു ക്രിട്ടിക്കൽ റാങ്കാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്, നമുക്കൊരു വരുമാനം വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ വരുമാനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റാങ്കാണ്, ഓക്കെ. പക്ഷെ ഒരു സീനിയർ ഡയറക്ടർ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഏകദേശം 10,000 രൂപയോളം, ഏകദേശം പറയുന്നത് 5,000 മുതൽ 10,000, ഡയറക്ടർ ആവുന്നതോടുകൂടി തന്നെ ഏകദേശം ആ ഒരു വരുമാനത്തിലേക്ക് എത്തുന്നവരുണ്ട്. എനിവേ നമുക്ക് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഈ ഒരു വരുമാനം വരുന്ന ഒരു സാഹചര്യം അവനത് കാണിച്ചു കൊടുത്താൽ, ആ ഒരു വരുമാനം അവർ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അവനെ സപ്പോർട്ട് ചെയ്ത് കൃത്യമായിട്ട് അവൻ്റെ കൂടെ നിന്നാൽ തീർച്ചയായിട്ടും അവനിവിടെ സ്റ്റിക്ക് ഓൺ ആവും. നമ്മുടെ ഒരു ടീമിലെ ഒരു ലെയർ സക്സസ് ആയാൽ തീർച്ചയായിട്ടും അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ലെയർ എന്താവും, സെക്യൂർ ആവും. ആ ലെയർ സെക്യൂർ ആയാൽ അതിൻ്റെ തൊട്ട് മുമ്പിലെ ലെയർ ഫ്രീ ആവും. അത് ഫ്രീ ആയാൽ സ്വാഭാവികമായിട്ടും ആ ലെഗിൽ നമ്മൾ ഫ്രീ ആയി. നമ്മൾ ബിസിനസ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, നമ്മുടെ പ്ലാൻ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അതായത് നമ്മുടെ ഈ പറയുന്ന വ്യക്തി, നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ അവിടെ നോക്കുകയാണെങ്കിൽ ആ വ്യക്തി സക്സസ് ആകാൻ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്താൽ അവനൊരു സക്സസ്സിലേക്ക് എത്തി ഏകദേശം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ തൊട്ട് മുമ്പിലുള്ള ലെയർ സ്വാഭാവികമായിട്ടും സെക്യൂർ ആവും. ആ വ്യക്തി സെക്യൂർ ആവുന്നതോടുകൂടി അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വ്യക്തി സ്വാഭാവികമായിട്ടും അവനവിടെ ഫ്രീ ആവും. അവൻ ഫ്രീ ആവുമ്പോൾ നമ്മളവിടെ ആ ലെഗിൽ തീർത്തും ഫ്രീ ആയി. അപ്പം ഇതൊരു വലിയൊരു ബോധ്യമാണ്. ഈ ബോധ്യത്തിൽ നിന്ന് വേണം വളരെ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു 90 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 120 ദിവസം കൊണ്ട്, ഒരു 150 ദിവസം, ഒരു 150 ദിവസം, ഞാനൊരു ഏകദേശം പറയാം, 3 മാസം, 4, 5, 6 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഗോള് ആ വ്യക്തിക്കനുസരിച്ച്, ആ വ്യക്തിയുടെ ബിസിനസ് എങ്ങനെയാണ് ആ വ്യക്തി കൊണ്ടുപോകുന്നത് അതിനനുസരിച്ചുള്ളൊരു ഗോൾ അദ്ദേഹത്തിന് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു ക്രിട്ടിക്കൽ റാങ്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി അവനെ പ്രാപ്തനാക്കുക, അവനെ സപ്പോർട്ട് ചെയ്യുക, അവൻ്റെ കൂടെ നിൽക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഞാൻ 3 കാര്യം ഞാൻ പറഞ്ഞു ഓൾറെഡി. ഒന്ന്, നമ്മൾ 1 രൂപയെങ്കിലും, അതായത് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ചെറിയ എമൗണ്ടെങ്കിലും വരാനുള്ള ഒരു എന്താ പറയുക, നമ്മുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശ്രദ്ധ നമ്മുടെ ടീമിൽ വരുന്ന ഏതൊരു വ്യക്തിയും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വരണം, ചെറുതാണെങ്കിലും അത് വരണം. രണ്ടാമത് അവനെ ലോയൽറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക. മൂന്നാമത്തത് ഒരു ക്രിട്ടിക്കൽ റാങ്ക് നമ്മൾ അവനെ ഗോളാക്കി മാറ്റുക. ചെറിയ ഗോൾ, ഒരു ഷോർട്ട് ടേം ഗോളായിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കുക. അത് നമ്മൾ തന്നെ അവർക്ക് ഒരു ഗോളാക്കി ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതിനു വേണ്ടി ഒരു സമയം, ഒരു ടൈം നമ്മൾ വെച്ചുകൊണ്ട് അതിലേക്ക് എത്തിക്കാൻ, അതിനു വേണ്ടി പ്രാപ്തനാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, അവൻ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വലിയ സെമിനാറുകളിലേക്ക്, പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ ഒരാളെ കണക്ട് ചെയ്യുക. പലപ്പോഴും പല പ്രോഗ്രാമിലും നമ്മൾ ചെന്നിരിക്കുന്നു എന്നതിലപ്പുറം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ടീമിൽ വരുന്ന ഈ പറയുന്ന വ്യക്തികളെ നമ്മൾ ഈ പ്രോഗ്രാമിൽ അവരെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, ആ പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ അവന് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനിവിടെ ഈ ബിസിനസ്സിലുണ്ടാവും. നമ്മളെ മാത്രമേ അവൻ കേൾക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു സൂം മീറ്റിങ്ങിൽ കേൾക്കുന്ന പോലെയല്ല ഒരു ഓപ്പൺ പ്രോഗ്രാമിലേക്ക് നമ്മൾ ആളുകളെ കണക്ട് ചെയ്യുമ്പോൾ അവന് കൃത്യമായിട്ട് ഈ പ്ലാറ്റ്ഫോമിനെ നേരിട്ട് കേൾക്കാനും മനസ്സിലാക്കാനുമുള്ളൊരു അവസരമാണ് അവൻ്റെ മുന്നിൽ തെളിയുന്നത്. അതുകൊണ്ട് ആളുകളെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇത്രയാണ്. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും കാതൽ എന്ന് പറഞ്ഞാൽ, എങ്ങനെ ആളുകളെ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഔട്ടാവാതെ
ഇവിടെ പിടിച്ചു നിർത്താനുള്ള വഴികളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഈ 4ാമത്തെ പോയിന്റ് വളരെ പ്രധാനമാണ്. ഒരു പ്രോഗ്രാമുകളിലേക്ക്, ഒരു ഓപ്പൺ പ്രോഗ്രാമുകളിൽ നമ്മൾ ഇവരെ കണക്ട് ചെയ്യുക. ബിഗ് ഡിസിഷൻസ് ആർ ടേക്കൺ ഫ്രം ബിഗ് പ്രോഗ്രാംസ് എന്നാണ്. വലിയ പ്രോഗ്രാമുകളിലാണ്, അല്ലെങ്കിൽ വലിയ പ്രോഗ്രാമുകളിൽ നിന്നാണ് ഒരു വലിയ തീരുമാനങ്ങൾ ഒരു വ്യക്തി എടുക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ ആളുകളെ കണക്ട് ചെയ്യുക. ഒരു പ്രോഗ്രാം കണക്ട് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ടീമിൽ, ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാണ്, ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്, എത്ര പേര് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഡാറ്റ നമ്മുടെ കയ്യിൽ വേണം. ഈവൻ നമ്മുടെ സൂം മീറ്റിങ്ങിലടക്കം നമ്മുടെ ടീമിൽ നിന്ന് എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്, എത്ര പേര് എൻ്റെ ടീമിൽ ഇൻകം വാങ്ങുന്നുണ്ട്, ചെറിയ രൂപത്തിലാണെങ്കിൽ പോലും എത്ര ആളുകൾ എൻ്റെ ടീമിൽ ഇൻകം വാങ്ങുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച്, നിങ്ങളുടെ ടൈറ്റിലിനനുസരിച്ച് നിങ്ങൾക്കിത് പ്ലാൻ ചെയ്യാം. എത്ര രൂപ, ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെ എത്രയായി, ഇങ്ങനെ ഒരു പ്ലാനിങ് നമുക്കുണ്ടാവണം. എത്ര പേര് എൻ്റെ ടീമിലുണ്ട്, എൻ്റെ ഓരോ ലെഗിലും എത്ര ആളുകളുണ്ട്, എത്ര പേര് ലോയൽ കസ്റ്റമർ ഉണ്ട്, എത്ര പേര് എൻ്റെ ഗ്രൂപ്പിലുണ്ട്, ഇങ്ങനെ നമ്മൾ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വോയിസ് ഇടുന്നവരുണ്ട്, മീറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നവർ എത്ര പേരുണ്ട്. ഈ ഒരു ഡാറ്റ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ, ഈ ഡാറ്റ വളരുന്നത് നിങ്ങൾ കണ്ടറിയണം. ഇത് നിങ്ങൾ കാണണം, ആ ഡാറ്റ വളരുന്നുണ്ടോ. ഈ ഡാറ്റ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ കണക്കുകൾ, നമ്മളിപ്പോൾ എന്താ പറയുക, ആളുകൾ വരുന്ന ന്യൂ ജോയിനീസ് എത്ര വരുന്നുണ്ട്, നിങ്ങളുടെ ടീമിൽ എത്ര ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് വളരുന്നുണ്ടോ, ഇത് നമ്മൾ വീക്ഷിക്കണം. ഈ ബിസിനസ്സിൽ ആളുകളെ നിലനിർത്താനും നമുക്കൊരു വലിയ ടീമിനെ ബിൽഡ് ചെയ്യാനും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പോലും വലിയ മാറ്റം നമ്മുടെ ടീമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെയധികം ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.